തുടരുന്നു ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം. യൂണിഫോം പഫി ഏരിയാസ് ഇൻ ലങ്സ് കോറിലേറ്റിംഗ് എ TB സിനാറിയോ. സംശയിക്കണം, തീർച്ചപ്പെടുത്താറായിട്ടില്ല. എക്സ്റേ നോക്കി ഡോക്ടർ മനു ഇത് പറയുമ്പോഴേക്കും ഒരു ക്ഷയരോഗിയുടെ ചിത്രം വല്ലാത്തൊരു ഭീതി പടർത്തി എന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങിയിരുന്നു. ക്ഷീണിച്ചു കുഴിയിലാണ്ട കണ്ണുകൾ, ഒട്ടിയ കവിൾ, ഉണങ്ങി മെലിഞ്ഞ ശരീരം, ചുമച്ച് എല്ലുന്തിയ നെഞ്ഞിൻകൂട്. ഡോക്ടർ മനു ഗോപാൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. ചേർപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നു. ചിന്തകൾ കാട് കയറാൻ തുടങ്ങി. ക്ഷയരോഗം വരാനായിട്ട് എന്താണാവോ? പുകവലി? വല്ലപ്പോഴും വല്ല യാത്രകളൊക്കെ പോകുമ്പോൾ കൂട്ടുകാരുമൊത്ത് ഒരു രസത്തിന്. ഒരു പക്ഷേ സംഭവിച്ചുകൂടായികയില്ല. തൊഴിലതാണല്ലോ. ക്ഷയരോഗം ബാധിച്ച പല മൃഗങ്ങളെയും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം. പുറത്തേക്ക് പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാതെയുള്ള, ഉള്ളിൽ നീറി പതിഞ്ഞു കിടക്കുന്ന ഉണ്ടായിരിക്കാം. ഉറപ്പുവരുത്തുവാൻ ജില്ലാ ക്ഷയരോഗ നിർണയ കേന്ദ്രത്തിലേക്ക്. വീണ്ടും എക്സ്റേ, വീണ്ടും കഫ പരിശോധന, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണിറ്റിക്സ്. എല്ലാ പരിശോധനകൾക്കുമൊടുവിൽ തൃശ്ശൂർ ജില്ലാ ക്ഷയരോഗ നിർണയ കേന്ദ്രത്തിലെ കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയതിങ്ങനെ: ഹാവൂ, രക്ഷപ്പെട്ടു. ഞാൻ മനസ്സിൽ ആശ്വസിച്ചു. ശരീരത്തിൽ പ്രതിപ്രവർത്തനം ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും രാസവാതകങ്ങൾ ശ്വസിച്ചിട്ടുണ്ടാകാമത്രേ. ആവോ, ആർക്കറിയാം. പയ്യന്നൂർ യാത്രയിലോ മറ്റോ, ഓർക്കുന്നില്ല. പരിപൂർണ വിശ്രമം, കൂടെ ആൻറ്റി അലർജറ്റിക് മരുന്നുകളും. 2 ആഴ്ച കൊണ്ട് തീർത്തും സുഖം പ്രാപിച്ചു. ക്ഷയരോഗ ഭീഷണിയുടെ കറുത്ത കുത്തുകൾ തുടച്ചുമാറ്റി ജീവിതം വീണ്ടും സാധാരണ താളത്തിൽ ഒഴുകാൻ തുടങ്ങിയതായിരുന്നു. ആശുപത്രി, ചികിത്സ, കേസ്, തിരക്ക്. ഇതാ പിന്നാലെ വരുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ വിളി. സാധിക്കുമായിരുന്നില്ല എന്ന് കരുതിയ ആ സൂപ്രണ്ടിൻ്റെ വേഷം ചെയ്യാൻ കൂടുതൽ ഊർജ്ജസ്വലനായി, കൂടുതൽ ആരോഗ്യവാനായി, കൂടുതൽ സന്തോഷവാനായി വീണ്ടും ഞാൻ പയ്യന്നൂർക്ക്. സീൻ 47 പകൽ. വാട്ടർ അതോറിറ്റി ഓഫീസ് ഇൻറ്റീരിയർ. സൂപ്രണ്ടിൻ്റെ മുറി. ഫയലുകൾ നോക്കിക്കൊണ്ടിരുന്ന സൂപ്രണ്ട് ക്യാബിനിലേക്ക് കടന്നു വരുന്ന വിശ്വനാഥൻ നായകൻ, ഓഫീസിലെ ക്ലർക്ക്. ഫയലിൽ നിന്ന് മുഖമുയർത്തി വിശ്വനാഥന് നേരെ നോക്കി ചിരിച്ച് തെല്ലൊരു സംശയത്തോടെ സൂപ്രണ്ട്. വിശ്വനാഥൻ, ആളുകൾ പറയുന്നതെല്ലാം സത്യമായിരിക്കുമല്ലേ? എപ്പോഴാ അനുഗ്രഹം കൊടുക്കുക? പ്രത്യേക സമയം വല്ലതുമുണ്ടോ? പനി പിടിച്ച് മരിച്ചു എന്ന് ഉറപ്പിച്ചൊരാൾ പയറുമണി പോലെ എഴുന്നേറ്റ് നടക്കുന്നെന്നല്ലേ പറഞ്ഞു കേൾക്കുന്നത്? ഇത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലെ ഒരു രംഗം. നായകൻ ഇർഷാദ്, സൂപ്രണ്ട് ഞാനും. സ്ഥലം പയ്യന്നൂരിനടുത്ത് മണ്ടൂരിലെ ഒരു ചെറിയ പഴയ ഗ്രാമീണ വായനശാല. ഈ വായനശാലയാണ് ആർട്ട് ഡയറക്ടർ സാലു കെ ജോർജ് വാട്ടർ അതോറിറ്റി ഓഫീസാക്കി മാറ്റിയിരിക്കുന്നത്. പാക്കപ്പിന് ശേഷം ഹോട്ടലിലെത്തിയാൽ പിന്നെ വൈകിട്ടത്തെ പരിപാടികൾ തുടങ്ങുകയായി. തൊട്ടുനക്കാൻ സിനിമാ കഥകളും, സിനിമയല്ലാത്ത കഥകളും, സിനിമയിലില്ലാത്ത കഥകളും, പിന്നെ ഗോസിപ്പുകളും. സൗഹൃദത്തിൻ്റെ പൂക്കൾ വിടരുന്ന, കൂട്ടായ്മയുടെ സുഗന്ധം പരക്കുന്ന പയ്യന്നൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഇടയിലെപ്പോഴോ ആണ് ഒരു നിശബ്ദ വില്ലനെ പോലെ അവൻ്റെ രംഗപ്രവേശം. റോളിംഗ്, സ്റ്റാർട്ട്, ക്യാമറ. ഓരോ യാത്രയും വെറുതെയാകുന്നില്ല. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളായിരിക്കും. ഏതെങ്കിലും ഒരു കർഷകൻ്റെ ഫോൺ വിളിയോടെ ആയിരിക്കും ഓരോ ദിവസവും ഉണർത്തെണീക്കുക. പിന്നാലെ വിളികൾ കൂടിക്കൂടി വരും. പിന്നെ പതിവ് പോലെ, അല്ലെങ്കിൽ പതിവിലുമധികം തിരക്കു തന്നെ തിരക്ക്. ഏറെക്കുറെ ഒരു സമയപ്പട്ടികയിൽ തളച്ചിട്ട ദിവസങ്ങളുടെ ആവർത്തനങ്ങൾ പോലെ. അസുഖബാധിതരായ മൃഗങ്ങളെ ചികിത്സിക്കുവാൻ ഒരനുഷ്ഠാനം പോലെ കിതപ്പാറാതെ ഓടി കഴിയുമ്പോഴേക്കും പകൽ മിക്കവാറും അസ്തമിച്ചിരിക്കും. ഈ ആവർത്തന വിരസതകൾ വല്ലാതെ മടുപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും പല യാത്രകളെക്കുറിച്ചും ചിന്തിക്കുവാൻ തുടങ്ങുക. ഭാരിച്ച ചിന്തകളൊന്നുമില്ലാതെ മനസ്സും ശരീരവും സ്വതന്ത്രമാക്കി എല്ലാ ചിട്ടവട്ടങ്ങളും തെറ്റിച്ച് കൂട്ടുകാരോടൊത്ത് ഒഴുകി കുറച്ച് ദിവസം അങ്ങനെ ഇത്തരം യാത്രയ്ക്ക് സമയമായിട്ടുണ്ടായിരിക്കണം. പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞും വന്നുപോയ പനിയുടെയും ന്യൂമോണിയയുടെയും ഭാഗമായി ശരീരം വല്ലാതെ ക്ഷീണിക്കുവാൻ തുടങ്ങിയിരുന്നു.
ഒരാഴ്ചയിലധികമായി നേരിയ ഒരു കിരികിരിപ്പായി തലവേദന ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. ഇക്കുറി ഒന്ന് ആരോഗ്യകരമായി ചിന്തിക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കുറച്ചു ദിവസം എല്ലാ തിരക്കുകളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക, യാത്രയും ഒഴിവാക്കാം. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ മനുവിൻ്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ആൻഡ്രൂസിനെ കാണാൻ തീരുമാനിക്കുന്നത്. പലപ്പോഴായി പല പുസ്തകമേളകളിൽ നിന്നും ആർത്തിയോടെ വാങ്ങുകയും എന്നാൽ പിന്നീട് വായിക്കാൻ സമയം കിട്ടാതെ അവഗണിക്കപ്പെട്ട് അലമാരയിൽ കിടന്നിരുന്നതുമായ പല പുസ്തകങ്ങളും പൊടിതട്ടിയെടുത്ത് വീഡിയോ കാസറ്റ് പ്ലെയറും കുറേ CD-കളും ബാഗിൽ ഒതുക്കി വെച്ച് സുഹൃത്ത് പ്രദീപൻ മുല്ലനേഴിക്കൊപ്പം ഞാൻ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് യാത്രയായി. രോഗികളായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, നമുക്ക് വിശദമായി ഒന്ന് പരിശോധിച്ച് കളയാം. പ്രാഥമിക പരിശോധന കഴിഞ്ഞ ഉടനെ ഡോക്ടർ ആൻഡ്രൂസ് അഡ്മിഷനെ നിർദ്ദേശിച്ചു. വാർഡുകൾ ഒന്നും ഒഴിവുണ്ടായിരുന്നില്ല. കട്ടിലൊഴിയുന്നതും കാത്ത് ഡോക്ടർക്കരികിൽ ഞാനിരുന്നു. ഉച്ച കഴിഞ്ഞ് ഒരു കട്ടിലൊഴിവ് വന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ അതെനിക്ക് അനുവദിച്ചു തന്നു. പിന്നീട് ഒരു റൂം തന്നെ ലഭിച്ചു. ഒരു ആശുപത്രി മുറിയുടെ യാതൊരുവിധ അന്തരീക്ഷവുമില്ലാത്ത സാമാന്യം ഒരു ചെറിയ സർക്കാർ അതിഥി മന്ദിരമാണെന്ന് തോന്നിക്കുന്ന മുറികൾ, പഴയ മര ഫർണിച്ചർ, ജനറൽ വാർഡിലെ തിരക്കിൽ നിന്നും ശബ്ദായമാനമായ ചുറ്റുപാടുകളിൽ നിന്നും രക്ഷ കിട്ടിയ ആശ്വാസത്തോടെ ഞങ്ങൾ ഡീലക്സ് റൂമിൽ കയറി. മുറിയിലെ ജനലുകൾ തുറന്നിട്ടാൽ പുറത്ത് തണൽ പരത്തി പടർന്നു കിടക്കുന്ന കശുമാവിൻ തോപ്പ്. മനസ്സിനിണങ്ങിയ ഒരു മുറി കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനായി. അന്ന് സന്ധ്യയായപ്പോൾ കാറിൻ്റെ ചാവിയും കൊടുത്ത് പ്രദീപനെ യാത്രയാക്കി ക്യാമ്പസിലൂടെ വെറുതെ കുറേ നേരം കറങ്ങി നടന്നു. രാത്രി കുളി കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷം MT വാസുദേവൻ നായരുടെ കാതികൻ്റെ പണിപ്പുരയിൽ കയറി. അലസതയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് കസേരയിൽ വളഞ്ഞൊടിഞ്ഞു കിടക്കുന്ന നേരത്താണ് അപ്രതീക്ഷിതമായി ഒരു കഥയുടെ ആശയം മനസ്സിലേക്ക് കടന്നു വരുന്നത്. നിശബ്ദമായി കരയുകയും വേദനയോടെ മന്ദഹസിക്കുകയും ചെയ്ത നിമിഷങ്ങൾ ഹൃദയത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റു വരും. അല്ലെങ്കിൽ ചില വ്യക്തികൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ മുമ്പ് തീരെ ആലോചിക്കാതിരുന്ന ഒരു കഥ എൻ്റെ മനസ്സിൽ രൂപം കൊള്ളുന്നു. നിർമ്മിച്ചും അഴിച്ചുകൂട്ടിയും താരതമ്യപ്പെടുത്തിയും തീരുമാനത്തിലെത്തിക്കഴിയുമ്പോഴേക്ക് കഥയുടെ പൂർണ്ണമായ രൂപം മനസ്സിൽ തെളിഞ്ഞിരിക്കും. തുടക്കവും ഒരു ശീർഷകവും കൂടി, അത്രയുമായാൽ ഒരു കഥയായി. പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് കടലാസിലേക്ക് പകർത്താം. പുതിയ പരിശോധനകൾക്കും ടെസ്റ്റുകൾക്കുമായി ഡോക്ടർമാരും ഹൗസ് സർജന്മാരും നഴ്സുമാരും എപ്പോഴാണ് വരാൻ തുടങ്ങുക എന്നറിയില്ല. പല്ല് തേച്ച് മുറി പൂട്ടി കട്ടൻ ചായ കുടിക്കുന്നതിനും വർത്തമാന പത്രം വാങ്ങുന്നതിനുമായി പുറത്തേക്കിറങ്ങി. ജനറൽ വാർഡിൻ്റെ അറ്റത്തുള്ള ഇരുമ്പ് ഗേറ്റ് കടന്ന് വരാന്തിയിലെത്തിയപ്പോൾ വാർഡിൻ്റെ ഒരറ്റത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് നിശബ്ദതയെ കീറിമുറിച്ച് ഹൃദയം പിളർക്കുന്ന ഒരു നിലവിളി ആ വാർഡിൽ ഉയർന്നു. ദൈവമേ! കഴിഞ്ഞ ദിവസം ഞാൻ കിടന്ന കട്ടിലിൽ ചേതനയേറ്റ ഒരു യുവാവിൻ്റെ ശരീരം നഴ്സ് തുണി കൊണ്ട് മൂടിയിരുന്നു. കട്ടിലിന് താഴെ തളർന്ന അവശയായ ഒരു സ്ത്രീ അലമുറയിട്ട് കരയുന്നു. കട്ടിലിന് ചുറ്റും നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായി ബന്ധുക്കൾ. എനിക്ക് ശേഷം ആ കട്ടിലിൽ ഊഴമനുസരിച്ച് കിടത്തിയ ഒരു രോഗിയാകാം അത്. മൂടിക്കെട്ടിയ മനസ്സോടെ, ഘനീഭവിച്ച ഹൃദയത്തോടെ വാർഡിൽ നിന്നും ക്യാമ്പസിന് പുറത്തുള്ള ചായക്കടയിലേക്ക് ഞാൻ നടന്നു. ഒരു വാഴയില പൊതിയിൽ കുറച്ച് ചൂടാറാത്ത ഉഴുന്നുവടകൾ, മറ്റൊന്നിൽ ഇഡ്ഡലിയും മല്ലിയിലയുടെ നറുമണമൂറുന്ന കട്ടി തേങ്ങാ ചട്നിയും ശ്രീധരേട്ടൻ കൊണ്ടുവന്നതാണ്. രാവിലെ കോളിംഗ് ബെൽ കരഞ്ഞപ്പോൾ പരിശോധനയ്ക്ക് വന്ന ഡ്യൂട്ടി നഴ്സുമാർ ആരെങ്കിലും ആയിരിക്കും എന്നാണ് കരുതിയത്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ തെല്ലൊരു പരിഭ്രമം കലർന്ന മുഖത്തോടെ ശ്രീധരേട്ടൻ. പ്രായം 70 മുകളിൽ കാണണം. ഇരുണ്ട് തടിച്ചു കുറുകിയ ശരീരം, പറ്റെ വെട്ടി നിർത്തിയ വെളുത്ത കട്ടിമുടി, ഉത്സാഹിയും എല്ലാവർക്കും ഉപകാരിയുമായ ഒരു മനുഷ്യൻ. പുത്തൂര് മൃഗാശുപത്രിക്ക് മുമ്പിൽ താമസിക്കുന്ന ചെറിയ വീടിനോട് ചേർന്ന് ഒരു പെട്ടിക്കട നടത്തുകയാണ് അദ്ദേഹം. ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് വന്നതാണ് അദ്ദേഹം. രാവിലെ 7 മണിക്ക് മുൻപേ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ പുത്തൂരിൽ നിന്നും വെളുപ്പിനെ ആദ്യത്തെ ബസ്സിന് തന്നെ പോന്നിട്ടുണ്ടാകണം. ചിലരുടെ സ്നേഹം അങ്ങനെയാണ്. അടുത്തറിയുമ്പോൾ മനസ്സ് വല്ലാതെ ആർദ്രമായി പോകും.
ഉച്ചയോടടുത്ത് ചേലക്കരയിൽ നിന്ന് ഭാര്യ മഞ്ജുഷയുടെ അമ്മ വന്നു. കുറേ പഴങ്ങളും പലഹാരങ്ങളുമൊക്കെയായി. വല്ലാതെ ആകുലപ്പെട്ടാണ് അവർ വന്നത്. പുതുക്കോട് ലോവർ പ്രൈമറി സ്കൂളിലെ പ്രധാനാധ്യാപികയായിരുന്നു. വിരമിച്ചിട്ട് 10 വർഷത്തോളമായി. എപ്പോഴും എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായി കാണുകയും എല്ലാവരോടും ഒരു മൃദു സമീപനം പുലർത്തുകയും ചെയ്തു വരുന്ന പ്രകൃതമാണ് അവരുടേത്. കുറച്ചു കാലമായി വല്ലാത്ത ക്ഷീണവും തളർച്ചയും തോന്നാൻ തുടങ്ങിയിട്ട്. നേരിയതായി തുടങ്ങിയ തലവേദന വിട്ടുപോകുന്നില്ല. മൃഗങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ എന്തെങ്കിലും അണുബാധയുണ്ടോ എന്നറിയണം. പ്രത്യേകിച്ച് പേടിക്കാനായി ഒന്നുമില്ല. ഞാൻ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി, സമാധാനിപ്പിച്ചു വിട്ടു. പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വെറ്ററിനറി ഡോക്ടർ ആയതുകൊണ്ട് ജന്തുജന്യ രോഗങ്ങൾ വല്ലതുമുണ്ടോ എന്നായിരുന്നു ആദ്യഘട്ട പരിശോധനകൾ. എന്നാൽ അത്തരം ടെസ്റ്റുകളുടെ ഫലങ്ങളെല്ലാം നെഗറ്റീവായിരുന്നു. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും ഗുരുതരമായ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ചെറിയ ക്ലാസ്സുകളിൽ വെച്ച് എക്സ്റേ കിരണങ്ങൾ വല്ലാത്തൊരു അത്ഭുതമായാണ് എൻ്റെ മനസ്സിൽ വന്ന് പതിച്ചിട്ടുള്ളത്. പിന്നീട് വലിയ ക്ലാസ്സുകളിലും ഔദ്യോഗിക രംഗത്തും എക്സ്റേയുമായി പലതവണ ഇടപഴകേണ്ടി വന്നപ്പോൾ ആ അത്ഭുതം തീവ്രത കുറഞ്ഞ് ഇല്ലാതായിരുന്നു. എന്നാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ എക്സ്റേ റൂമിൽ കയറിയപ്പോൾ എന്നിലെ പഴയ വിദ്യാർത്ഥി എന്തിനെന്നില്ലാതെ പരിഭ്രമിച്ചു. ഷർട്ട് അഴിച്ചു മാറ്റി, കണ്ണുകൾ അടച്ച് ശ്വാസം ഉള്ളിൽ നിറച്ചു പിടിച്ചു. ആദ്യമായി എക്സ്റേ കിരണങ്ങൾക്ക് അഭിമുഖമായി നിന്നു. അവിടെ ഞാൻ അനുസരണയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറുകയായിരുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ ഘടകങ്ങളുടെ അളവ് മനസ്സിലാക്കുന്നതിനുള്ള പരിശോധനകൾ കഴിഞ്ഞപ്പോൾ അതിൽ ആശ്വാസകരമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത്. വിശദമായ പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല, ഗൗരവം കൂടിക്കൂടി വരികയാണെന്ന് എനിക്കും തോന്നി. മനസ്സിൽ പല പല ആശങ്കകളും ഉടലെടുക്കാൻ തുടങ്ങി. പാത്തോളജിയിലെ ഉന്നത ബിരുദ വിദ്യാർത്ഥിയായ ഡോക്ടർ അൻവർ എന്നെ കൂടെ വന്ന് പരിശോധിക്കാറുണ്ടായിരുന്നു. പല ടെസ്റ്റുകൾക്കും അവസാനം ബോൺ മാരോ ബയോപ്സി കൂടി ചെയ്യാം എന്ന ധാരണയായി. എന്നാൽ തുടർന്നുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി സെൻ്ററിൽ മതി എന്ന് ഡോക്ടർ ആൻഡ്രൂസ് തീരുമാനിച്ചപ്പോൾ PG വിദ്യാർത്ഥി ഡോക്ടർ അൻവർ നിരാശനായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരുപാട് സുഹൃത്തുക്കളും പരിചയക്കാരും ഉണ്ട് എനിക്ക്. ഡോക്ടർമാരും ലാബ് ടെക്നീഷ്യന്മാരും മിനിസ്റ്റീരിയൽ സ്റ്റാഫുമൊക്കെയായി. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഏകനാണ് എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ സുഹൃത്തും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനുമായ നസറുദ്ദീൻ്റെ പരിചയക്കാരിയായിരുന്നു എൻ്റെ റൂമിൻ്റെ ചാർജുണ്ടായിരുന്ന മേരി സിസ്റ്റർ. 4-ാം ദിവസം ഉച്ചയ്ക്ക് 4:30 മണിക്ക് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൂടെ മറ്റാരുമില്ലാത്തതിനാൽ മേരി സിസ്റ്റർ ഡിസ്ചാർജ് ഷീറ്റ് എൻ്റെ കയ്യിൽ തരാൻ ഒന്ന് മടിച്ചു. സാധാരണയായി അവർ ഡിസ്ചാർജ് റിപ്പോർട്ടുകൾ രോഗിയുടെ കയ്യിൽ കൊടുക്കാറില്ലെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അവസാനം നിവൃത്തിയില്ലാതെ അവർക്ക് അത് എൻ്റെ കയ്യിൽ തന്നെ തരേണ്ടി വന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് റെഫർ ചെയ്യപ്പെട്ട ആ റിപ്പോർട്ട് വായിച്ച ഞാൻ ഒരു നിമിഷം തരിച്ചിരുന്നു പോയി. ഭയാനകമായൊരു ശൂന്യതയിലേക്ക് ഞാൻ ആണ്ടുപോകുന്നത് പോലെ തോന്നി. ഈ ലോകം ചുരുങ്ങി എന്നിൽ അവസാനിക്കുന്നത് പോലെയും. അങ്ങനെ ദിവസങ്ങളുടെ ആയുസ് മാത്രം കൽപ്പിക്കപ്പെട്ട ഞാൻ സുഹൃത്ത് പ്രദീപൻ മുല്ലനേഴി കാറുമായി വരുന്നത് കാത്ത് ആശുപത്രി മുറിയിൽ തനിയെ പകച്ചിരുന്നു.